ഒരൊറ്റ സെക്കൻഡിന് എത്രമാത്രം വിലയുണ്ട്? ഒരു തെറ്റായ തീരുമാനത്തിൽ അതുവരെ നേടിയതെല്ലാം നഷ്ടപ്പെട്ടാലോ? ശരിയായ തീരുമാനം അതുവരെ നേടാനാകാത്തതെല്ലാം നേടിത്തന്നാലോ? ഭൂമിയിലെ ഏറ്റവും വലിയ വേഗപ്പോര്, സ്പീഡും സയൻസും ധൈര്യവും എല്ലാം അളക്കുന്ന ദി അൾട്ടിമേറ്റ് ടെസ്റ്റ്. ഫോർമുല 1 ശരിക്കും ഒരു കാർ റേസ് മാത്രമല്ല. എന്താണ് ഫോർമുല 1? എന്തിനാണ് ഒരു കാർ റേസിന് ഇത്രയേറെ ഫാൻ ബേസ്? ഫോർമുല 1 കാണാൻ ആഗ്രഹിക്കുന്ന, അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. സോ ഡിയർ റൂക്കീസ്, ബക്കിൾ അപ്പ്. ലോകത്തിലെ ഏറ്റവും വലിയ മോട്ടോർ സ്പോർട്ട് ഇവന്റാണ് ഫോർമുല 1. സ്പീഡും സയൻസും സ്കില്ലും എല്ലാം ചേർന്നൊരു അൺപ്രഡിക്റ്റബിൾ റേസിംഗ് ഇവന്റ്. ലോകത്തിലെ ഏറ്റവും മികച്ച ഡ്രൈവർമാർ ഏറ്റവും മികച്ച ടീമുകൾക്കായി ഏറ്റവും മികച്ച കാറുകളിൽ മത്സരിക്കുന്നു എന്നതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഒരു ടീമിന് 2 ഡ്രൈവർ എന്ന കണക്കിൽ 11 ടീമുകൾക്കായി 22 ഡ്രൈവർമാർ ലോകത്തിലെ 24 വ്യത്യസ്ത ട്രാക്കുകളിൽ ഇത്തവണ പോരാടും. ആദ്യ നോട്ടത്തിൽ വ്യക്തിഗത മത്സരമായി തോന്നാമെങ്കിലും ശരിക്കും ഇതൊരു ടീം സ്പോർട്ടാണ്. 9 മാസക്കാലം നീണ്ടു നിൽക്കുന്ന സീസണിനൊടുവിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ടീമിന് കൺസ്ട്രക്ടേഴ്സ് ചാമ്പ്യൻഷിപ്പും കൂടുതൽ പോയിന്റ് നേടുന്ന ഡ്രൈവർക്ക് ഡ്രൈവേഴ്സ് ചാമ്പ്യൻഷിപ്പും ലഭിക്കും. സാങ്കേതിക വിദ്യയിൽ തുടങ്ങി മൈക്രോ എലമെന്റുകളിൽ പോലും മികച്ച ഫോർമുലകൾ ആവിഷ്കരിച്ച് ഏറ്റവും മികച്ച കോമ്പറ്റേറ്റീവ് കാറുകളെ അവതരിപ്പിക്കാനാണ് ഓരോ ടീമുകളും ഓരോ സീസണിലും ശ്രമിക്കുക. ക്രിക്കറ്റിൽ ICCയും ഫുട്ബോളിൽ ഫിഫയും പോലെ FIA ആണ് ഫോർമുല 1ലെ ഗവേണിംഗ് ബോഡി. FIA ചട്ടങ്ങൾക്കനുസരിച്ചാണ് ടീമുകൾ ഓരോ സീസണിലും കാറുകൾ നിർമ്മിക്കുന്നതും അവതരിപ്പിക്കുന്നതും ട്രാക്കിൽ മത്സരിക്കുന്നതും. ടീമുകൾക്കിടയിൽ ഫെയർ കോമ്പറ്റീഷൻ ഉറപ്പുവരുത്താൻ കാറിനായി ചിലവഴിക്കാനാവുന്ന തുകയിലും നിയന്ത്രണങ്ങളുണ്ട്. മാർച്ച് 6 തുടങ്ങി ഡിസംബർ 6 അവസാനിക്കുന്ന 2026 ഫോർമുല 1 സീസണിലെ കലണ്ടറിൽ 24 ട്രാക്കുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ട്രാക്കുകളുടെ കരാർ അവസാനിക്കുന്നതിനും പുതുക്കുന്നതിനുമനുസരിച്ച് ഓരോ വർഷവും ഈ നമ്പറുകളിൽ മാറ്റമുണ്ടാകാം. ഓസ്ട്രേലിയ മുതൽ അബുദാബി വരെ ലോകത്തിലെ വിവിധയിടങ്ങളിൽ നടക്കുന്ന F1 റേസുകൾ ഗ്രാൻഡ് പ്രീ എന്നാണ് അറിയപ്പെടുക. അതായത് ഓസ്ട്രേലിയയിലെ മെൽബണിൽ നടക്കുന്ന റേസ് ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രീ എന്നും അബുദാബിയിലേത് അബുദാബി ഗ്രാൻഡ് പ്രീ എന്നുമാണ് അറിയപ്പെടുക. ഓരോ ഗ്രാൻഡ് പ്രീകളും 3 ദിവസമുള്ള റേസ് വീക്കെൻഡ്സ് എന്ന നിലയിലാണ് നടത്തുക. ഓരോ റേസ് വീക്കെൻഡുകളിലും സാധാരണയായി 3 പ്രാക്ടീസ് സെഷനുകളും ഒരു ക്വാളിഫയിങ് റൗണ്ടും ഉണ്ടാകും. ക്വാളിഫയിങ് റൗണ്ടിലെ മികച്ച പ്രകടനത്തിനനുസരിച്ചായിരിക്കും റേസ് ആരംഭിക്കുന്ന കാറുകളുടെ സ്ഥാനം നിർണ്ണയിക്കുക. ക്വാളിഫയിങ് റൗണ്ടിലെ ഏറ്റവും മികച്ച സമയം കുറിച്ച ഡ്രൈവർക്ക് റേസിൽ പോൾ പൊസിഷൻ സ്വന്തമാക്കാം. അതായത് ഏറ്റവും മുന്നിൽ നിന്ന് റേസ് ആരംഭിക്കാം. 22 കാറുകൾ മത്സരിക്കുന്ന ഗ്രിഡിൽ ഒന്നാമതും തുടങ്ങുക എന്നത് റേസിൽ നൽകുന്ന മേൽക്കൈ ഊഹിക്കാമല്ലോ. ഫോർമുല 1ലെ മിനിമം ടോട്ടൽ റേസ് ഡിസ്റ്റൻസ് 305 കിലോമീറ്റർ ആണ്. സ്ട്രീറ്റ് സർക്യൂട്ടുകളിലൊന്നായ മൊണാക്കോയിലെ ട്രാക്കിൽ മാത്രമാണ് ഇത് 300 കിലോമീറ്ററിൽ കുറവുള്ളത്. ട്രാക്കുകളുടെ ദൈർഘ്യത്തിനനുസരിച്ചാണ് റേസ് ഡിസ്റ്റൻസും ലാപ്പുകളുടെ എണ്ണവും നിശ്ചയിക്കുന്നത്. ഒരു ഗ്രാൻഡ് പ്രീ പൂർത്തിയാക്കാൻ എടുക്കുന്ന ശരാശരി സമയം 2 മണിക്കൂറാണ്. റേസ് ആരംഭിക്കുന്നതിന് മുമ്പായി കാറുകൾ ഗാരേജിൽ നിന്ന് ക്വാളിഫയിങ് ഓർഡറിൽ ഗ്രിഡിലെത്തും. ഈ ഫോർമേഷൻ ലാപ്പ് കാറുകൾക്ക് ഒരു വാമപ്പ് എന്ന രീതിയിലാണ് പ്രവർത്തിക്കുക. ഗ്രിഡിന് മുകളിലെ സ്ക്രീനിൽ തെളിഞ്ഞണയുന്ന 5 റെഡ് ലൈറ്റ്സ് ആണ് റേസ് ആരംഭിച്ചു എന്ന സൂചന നൽകുക. റേസിൽ ഗ്രിഡിൽ ആദ്യമുള്ള കാറുകൾ അവരുടെ പൊസിഷന്റെ മേൽക്കൈ നിലനിർത്താനും പിന്നിലുള്ളവർ അവസരങ്ങൾ മുതലാക്കി അവരെ മറികടന്ന് സ്ഥാനം മെച്ചപ്പെടുത്താനും ശ്രമിക്കും. നേർരേഖയിൽ മണിക്കൂറിൽ 370 കിലോമീറ്ററോളം വേഗത്തിൽ പോകുന്ന കോർണറിങ്ങുകളിൽ ശക്തമായ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ മറികടക്കുന്ന ഒരു ചെറിയ ബ്രേക്കിങ്ങിലോ ആക്സിലറേഷനിലോ പൊസിഷൻ ഉയർത്തുകയോ നഷ്ടപ്പെടുത്തുകയോ ചെയ്യുന്ന കാറുകളെയാണ് നമുക്ക് റേസിനിടെ കാണാനാവുക. കാറുകളുടെ എയറോഡൈനാമിക്സിന് റേസ് റിസൾട്ടിൽ വലിയ പങ്കുള്ളതായി കാണാം. റേസിനിടെ ടയറുകൾ മാറ്റാനോ കാറുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഡ്രൈവർമാർക്ക് ടീമുകളുടെ ഗാരേജിന്റെ ഭാഗമായ പിറ്റ് ബോക്സിലെത്താം. ഇതിനെ പിറ്റ് സ്റ്റോപ്പ് എന്നാണ് പറയുക. പിറ്റ് സ്റ്റോപ്പിൽ നഷ്ടപ്പെടുന്ന സമയം പരമാവധി കുറയ്ക്കാനാണ് ടീമുകൾ ശ്രമിക്കുക. അതായത് കുറഞ്ഞ സമയത്തിനുള്ളിൽ കാറുകൾ തിരികെ റേസ് ട്രാക്കിലെത്തുക എന്നതാണ് ലക്ഷ്യം. പിറ്റ് സ്റ്റോപ്പിനിടെ സംഭവിക്കുന്ന ചെറിയ പിഴവുകൾ പോലും ടീമുകളുടെ റേസ് റിസൾട്ടിനെ ബാധിക്കാമെന്നതിനാൽ വളരെ സൂക്ഷ്മതയും കോർഡിനേഷനും വേണ്ട ഒരു ഘട്ടമാണിത്. ഇത്തരത്തിൽ പിറ്റ് സ്റ്റോപ്പിൽ മാറാനാകുന്ന ടയറുകൾക്കും നിയന്ത്രണങ്ങളുണ്ട്. ഒരു റേസ് വീക്കെൻഡിൽ 13 സെറ്റ് ഡ്രൈ, 4 ഇന്റർമീഡിയറ്റ്, 3 വെറ്റ് ടയറുകൾ എന്നിവയാണ് ഡ്രൈവർമാർക്ക് ലഭിക്കുക. റേസ് കണ്ടീഷൻ അനുസരിച്ചാണ് ഇവയുടെ ഉപയോഗം. റേസിന് ഉപയോഗിക്കുന്ന ടയറുകളിലെ നിറങ്ങൾ അവയുടെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നവയാണ്. ചുവപ്പ് സോഫ്റ്റ്, മഞ്ഞ മീഡിയം, വെള്ള ഹാർഡ് എന്നിങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. സോഫ്റ്റ് ടയറുകൾ മാക്സിമം പെർഫോമൻസും ഗ്രിപ്പ് നൽകുന്നവയാണെങ്കിലും കുറച്ചു നേരം മാത്രമേ ലാസ്റ്റ് ചെയ്യൂ. എന്നാൽ ഹാർഡ് ടയറുകൾ ഗ്രിപ്പ് കുറഞ്ഞവയാണെങ്കിലും കൂടുതൽ നേരം ലാസ്റ്റ് ചെയ്യുന്നവയാണ്. മഴയുള്ള കാലാവസ്ഥയിലാണ് റേസ് നടക്കുന്നതെങ്കിൽ വെറ്റ് ടയറുകളാണ് ഉപയോഗിക്കുക. ട്രാക്കിൽ ചെറിയ തോതിൽ വെള്ളമുള്ള സാഹചര്യമാണെങ്കിൽ പച്ച നിറമുള്ള ഇന്റർമീഡിയറ്റും കനത്ത മഴയാണെങ്കിൽ നീല നിറമുള്ള ഫുൾ വെറ്റ് ടയറുകളുമാണ് ഉപയോഗിക്കാനാവുക. പ്രാക്ടീസ് സെഷനുകൾ ഉൾപ്പെടെ വെറ്റ് കണ്ടീഷനിലാണെങ്കിൽ ടീമുകൾക്ക് ഉപയോഗിക്കാവുന്ന വെറ്റ് ടയറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും.
ഡ്രൈ കണ്ടീഷനിൽ റേസിനിടെ ഡ്രൈവർമാർ മിനിമം 2 വ്യത്യസ്ത ടയർ കോമ്പൗണ്ടുകൾ ഉപയോഗിക്കണമെന്ന് നിയമമുണ്ട്. ടയറുകളുടെ കൃത്യമായ ഉപയോഗം ടീമുകളുടെ സ്ട്രാറ്റജിയിൽ പ്രധാനപ്പെട്ടതാണ്. ഇറ്റാലിയൻ ടയർ നിർമ്മാതാക്കളായ പിറേലിയാണ് F1ന്റെ ഔദ്യോഗിക ടയർ സപ്ലയർ. ലാപ്പുകൾ പൂർത്തിയാക്കി ആദ്യം ഫിനിഷിംഗ് ലൈനിലെ ചെക്കേർഡ് ഫ്ലാഗ് മറികടക്കുന്നയാളാണ് വിജയ്. റേസിൽ ആദ്യമെത്തുന്ന ഡ്രൈവർക്ക് 25 പോയിന്റും രണ്ടാമതെത്തുന്നയാൾക്ക് 18, മൂന്നാം സ്ഥാനത്തിന് 15, 10ാം സ്ഥാനത്തെത്തുന്നയാൾക്ക് 1 പോയിന്റ് എന്നിങ്ങനെയാണ് പോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ. റേസിൽ ആദ്യ 3 സ്ഥാനങ്ങളിൽ എത്തുന്നവരായിരിക്കും പോഡിയത്തിലേറുക. ചില റേസ് വീക്കെൻഡുകളിൽ സ്പ്രിന്റ് റേസുകൾ കൂടി ഉൾപ്പെട്ടിരിക്കും. പ്രധാന റേസിന് മുന്നോടിയായി പ്രധാന റേസിന്റെ 1/3 ദൂരം മാത്രം കവർ ചെയ്യുന്ന ചെറു റേസാണിത്. ഇതിൽ 1ാം സ്ഥാനത്തെത്തുന്നയാൾക്ക് 8 പോയിന്റ്, 2ാം സ്ഥാനത്തിന് 7, 8ാം സ്ഥാനത്തെത്തുന്നയാൾക്ക് 1 പോയിന്റ് എന്ന രീതിയിലായിരിക്കും പോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ. സ്പ്രിന്റ് റേസുകളുള്ള റേസ് വീക്കെൻഡുകളിൽ ഒരൊറ്റ പ്രാക്ടീസ് സെഷൻ മാത്രമായിരിക്കും ഉണ്ടാവുക. ഡ്രൈവർ കൺസ്ട്രക്ടർ ചാമ്പ്യൻഷിപ്പുകളിലേക്കുള്ള മത്സരം കൊഴുപ്പിക്കാനും റേസ് വീക്കെൻഡുകളെ കൂടുതൽ ആവേശകരമാക്കാനുമാണ് സ്പ്രിന്റ് റേസുകൾ 2021 മുതൽ റേസ് കലണ്ടറിൽ ഉൾപ്പെടുത്തിയത്. 2026 സീസണിൽ 6 സ്പ്രിന്റ് റേസുകളാണുള്ളത്. എന്തിനാണ് ടീമുകൾ കോടിക്കണക്കിന് രൂപ ഈ കാറുകൾക്കായി ചെലവഴിക്കുന്നത്? എന്താണ് ഈ കാറുകളുടെ പ്രത്യേകത? എന്തുകൊണ്ടാണ് സയൻസിന് ഫോർമുല 1ൽ ഇത്രയേറെ പ്രാധാന്യമുള്ളത്? ഫോർമുല 1 റേസിലെ നിയമങ്ങൾ എന്തെല്ലാമാണ്? അത് ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷ എന്ത്? ഇതിനെല്ലാമുള്ള ഉത്തരങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. ഫോർ നൗ, എൻജോയ് ദ റേസ്.